ഇൻഷാ അല്ലാഹ് പ്രവാസികളായ മുഅ്മിനീങ്ങൾക്ക് ഇന്നത്തെ രാത്രിയാണ് ബറാത്തിന്റെ. നമുക്ക് ഇൻഷാ അല്ലാഹ് രാത്രിയാണ്, വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് ബറാത്തിന്റെ രാത്രി. അതിനോട് അനുബന്ധിച്ചുള്ള ഒരു നോമ്പ് ഇൻഷാ അല്ലാഹ് നമുക്ക് ശനിയാഴ്ചയാണെങ്കിൽ പ്രവാസികൾക്ക് വെള്ളിയാഴ്ച. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലായി ഹബീബായ തങ്ങൾ നോമ്പനുഷ്ഠിച്ച മാസമാണ് ശഅബാൻ മാസം. റമദാൻ കഴിഞ്ഞാൽ കൂടുതലായി നോമ്പ് നോക്കിയ മാസമായിരുന്നു ശഅബാൻ മാസം. നോക്കും ശഅബാനിന് ഒരുപാട് പ്രത്യേകതകൾ, പ്രത്യേകിച്ച് ബറാത്തിന്റെ രാത്രിക്ക് ഒരുപാട് ബഹുമാനങ്ങളും മഹത്തുക്കൾ പഠിപ്പിച്ചു. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ഒരു കൊല്ലത്തിൽ ദുആക്ക് ഇജാബത്തുള്ള, ദുആക്ക് ഉത്തരമുള്ള 5 രാത്രികളുണ്ട്. അതിലൊരു രാത്രി റജബിന്റെ 1ാമത്തെ രാത്രിയാണ്. റജബിന്റെ 1ാമത്തെ രാത്രി കഴിഞ്ഞു പോയി. പിന്നെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു രണ്ടാമതായി എടുത്തു പറഞ്ഞത് പിന്നെ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ 15ാമത്തെ, അതായത് ബറാത്ത് ദിവസമാണെന്ന് പറയുന്ന ആ രാത്രിയാണ് ദുആക്ക് ഇജാബത്തുള്ള രാത്രി എന്ന് സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം പറഞ്ഞാൽ, ഷാഫി ഇമാം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കുക തന്നെ വേണം എന്നതാണ്. കാരണം ഒരുപാട് ലക്ഷക്കണക്കിലുള്ള ഹദീസുകൾ മനഃപ്പാഠമാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത മഹാനായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാം ഒരു കാര്യം പറഞ്ഞാൽ അത് വെറുതെ പറയാനല്ല, ഹദീസ് അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കും. അപ്പോ ബറാത്തിന്റെ 15ാമത്തെ, അതായത് ബറാത്തിന്റെ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ് എന്ന് മഹാനായ ഷാഫി ഇമാം പറഞ്ഞു. അന്നത്തെ രാത്രി പ്രത്യേകമായി നമ്മുടെ മുൻഗാമികളും അൽഹംദുലില്ലാഹ് ഞങ്ങളും പ്രത്യേകമായ യാസീൻ ഓതി, സൂറത്തു ദുഹാൻ ഓതി. സൂറത്തു ദുഹാനിന്റെ തുടക്കത്തിൽ പറയുന്നത് അങ്ങനെയാണ്, ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ ഞങ്ങൾ മുബാറകത്തായ രാത്രിയിലാണ് ഇറക്കിയത് എന്ന ചില മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ആ രാത്രി ബറാത്തിന്റെ രാത്രിയാണ് എന്ന് പോലും അഭിപ്രായപ്പെട്ട മഹാന്മാരായ മുഫസ്സിരീങ്ങളുണ്ട്. ഏതായാലും അന്നത്തെ രാത്രി വലിയ പുണ്യമുള്ള, ദുആക്ക് ഇജാബത്തുള്ള പ്രത്യേകമായ നിസ്കാരങ്ങളെ കൊണ്ട്, പ്രാർത്ഥനകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു രാത്രിയാണ്. ആ രാത്രിയുടെ നിസ്കാരത്തിന്റെ ഇത്ര റക്അത്താണ് നിസ്കാരം എന്ന് കണക്കില്ല, എന്നാലും 100 റക്അത്ത് നിസ്കരിക്കണമെന്ന ഹദീസുണ്ട്. 10 റക്അത്തെങ്കിലും അന്നത്തെ രാത്രി നിസ്കരിക്കണമെന്ന ഹദീസുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും പിറ്റേന്ന് നമുക്ക് നോമ്പ് പിടിക്കേണ്ട ദിവസമാണ് ശനിയാഴ്ച. അപ്പൊ അത്താഴത്തിന് എണീക്കുമ്പോ കുറച്ച് നേരത്തെ എണീച്ചു വരും, 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഒരു മനസ്ഥിതി മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരും കാണിക്കേണ്ടതാണ്. ഒന്നുമില്ല, 100 റക്അത്ത് കഴിയുന്നില്ല, 10 കഴിയുന്നില്ല, എന്നാലും പിറ്റേന്ന് നോമ്പൽ അത്താഴത്തിന് കുറച്ച് നേരത്തെ എണീച്ചിട്ട് ഒരു 2 റക്അത്ത് അന്നത്തെ ആ രാത്രിയുടെ ബറക്കത്തിന് വേണ്ടി, അത് കഴിഞ്ഞിട്ട് അല്ലാഹുവിനോട് നമുക്ക് പ്രത്യേകമായ പേഴ്സണലായ ഓരോ ദുആ അന്നത്തെ രാത്രി നടത്തേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. 2 കൊല്ലവും 5 മാസത്തെ ഇവിടെ ഖിലാഫത്ത് നടത്തിയിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ ഖലീഫ എന്ന് അറിയപ്പെടുന്ന മഹാൻ, ആ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു ബറാത്തിന്റെ രാത്രി അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണ്. ഒരുപാട് നീണ്ട നിസ്കാരം. ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ടു. സലാം വീട്ടിയപ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് തന്നെ ഒരു പച്ചയായ ഒരു മരക്കഷ്ണം അവിടെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിൽ നിന്നുള്ള ആ മരക്കഷ്ണത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു വെളിച്ചം, ഒരു പ്രകാശം ആകാശ ലോകത്തിലേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലം. ഇന്ന് നമുക്ക് പ്രത്യേകമായ LED ബൾബുകളും ലൈറ്റുകളും എവിടെ പോയാലും വെളിച്ചാൽ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിസ്കാരം വേണ്ടി സലാം വീട്ടുമ്പോ തൊട്ടടുത്തൊരു മരക്കഷ്ണം, പച്ചയായ മരക്കഷ്ണം, അതിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു വെളിച്ചം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ആ വെളിച്ചം കണ്ട് ആ മരക്കഷ്ണത്തിന്റെ അടുത്ത് പോയി പിടിച്ചപ്പോൾ ആ മരക്കഷ്ണത്തിൽ ഒരു എഴുത്ത് കാണുന്നു. എന്താ? ഹാദാ ബറാഅത്തും മിനന്നാരി മിനല്ലാഹിൽ മലിക്കിൽ അസീസ് ലിഅബ്ദിഹി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നൊരു എഴുത്താണ്. സുബ്ഹാനല്ലാഹ്, ആ എഴുത്തിൽ ഉള്ളത് ഹാദാ ബറാഅത്തും മിനന്നാർ, ഇത് നരകത്തിൽ നിന്നുള്ള ഒരു ബറാഅത്താണ്, ഒഴിവ് കത്താണ്. ബറാഅത്തിൽ നരകത്തിൽ നിന്ന് ഒഴിവ് കത്താണിത്. ആരിൽ നിന്ന്? മിനല്ലാഹിൽ മലിക്കിൽ അസീസ്, അസീസായ രാജാവായ അല്ലാഹുവിന്റെ ആർക്കുള്ള കത്താണ്? ലിഅബ്ദിഹി, ആ അല്ലാഹുവിന്റെ അടിമയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്കുള്ള കത്താണ് എന്നൊരു എഴുത്താണ്. എന്ന് പറഞ്ഞാൽ ബറാത്തിന്റെ രാത്രി, ബറാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന്
കോടാനുകോടി അടിമകളെ അള്ളാഹു ഒഴിവാക്കുന്ന രാത്രിയാണ്. ആ രാത്രിക്ക് ഒരുപാട് പേരുണ്ട്. ലൈലത്തുൽ ബറാഅത്ത് എന്ന പേരുണ്ട്, ലൈലത്തുൽ റഹ്മ, റഹ്മത്തിന്റെ രാത്രി എന്ന പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകൾ ഉള്ള ഒരു രാത്രി കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു ബറാഅത്ത് കിട്ടിയ രാത്രിയാണ്. മഹാനായ സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഒരുപാട് സ്വഹാബാക്കളെ കണ്ട മഹാനാണ്. സ്വഹാബിയല്ല, സ്വഹാബത്തിനെ കണ്ട മഹാനാണ് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. നമ്മുടെ ഇടയ്ക്ക് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മുലപ്പാൽ കുടിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ മുലപ്പാൽ കുടിക്കാൻ ഭാഗ്യം കിട്ടിയ കുട്ടിയാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. സ്വഹാബിയല്ല, സ്വഹാബത്തിനെ കണ്ട താബിയാണ്. ആ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 30ഓളം സ്വഹാബത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 30ഓളം സ്വഹാബത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? ബറാഅത്തിന്റെ രാത്രി ഒരാൾ 100 റക്അത്ത് നിസ്കരിച്ചാൽ, ബറാഅത്തിന്റെ രാത്രി ഒരാൾ 100 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് 100 മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന. ബറാഅത്തിന്റെ രാത്രി 100 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് 100 മലക്കുകൾ എത്തിച്ചു കൊടുക്കും. എന്താ ഈ 100 മലക്കുകളുടെ ഡ്യൂട്ടി? മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ 100 മലക്കുകളിൽ 30 മലക്കുകൾ യുബശ്ശിറൂനഹു ബിൽ ജന്ന. 100 റക്അത്ത് നിസ്കരിച്ച മനുഷ്യനിക്ക് 30 മലക്കുകൾ അയാൾക്ക് സ്വർഗ്ഗമുണ്ട്, നീ സ്വർഗ്ഗക്കാരനാണ്, സ്വർഗ്ഗക്കാരനാണെന്ന ബിശാറത്ത് എന്ന സന്തോഷ വാർത്ത ആ അടിമക്ക് 30 മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പിന്നെ ഒരു 30 മലക്കുകളോ, 30 മലക്കുകൾ യുഅമ്മിനൂനഹു മിനന്നാർ. പടച്ചോനെ, ഈ മനുഷ്യനെ നരകത്തിൽ നിന്നിട്ട് അമൃ ചെയ്യണേ അല്ലാഹ്, നരകത്തിൽ നിന്നിട്ട് ഇയാൾക്ക് നീ സുരക്ഷിതത്വം കൊടുക്കണേ അല്ലാഹ് എന്ന് 30 മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു 30 മലക്കുകളോ, ആ 30 മലക്കുകൾ ദുനിയാവിൽ അവന്റെ നേരെ കടന്നു വരുന്ന മുസീബത്തുകൾക്ക്, ആഫാത്തുകൾക്ക് ആ അടിമയെ അവർ കാത്തുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. 100 റക്അത്ത് നിസ്കരിച്ചാൽ 100 മലക്കുകൾ, ആ 100 മലക്കുകളിൽ 30 മലക്കുകൾ അയാൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. 30 മലക്കുകൾ പടച്ചോനെ അയാളെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. 30 മലക്കുകൾ ദുനിയാവിൽ അവന്റെ നേരെ കടന്നു വരുന്ന ശർറുകൾ, മുസീബത്തുകൾ മുഴുവൻ കാത്തുകൊണ്ടിരിക്കുന്ന. പിന്നെ 10 മലക്കുകൾ, പിന്നെ 10 മലക്കുകൾ ശൈത്വാനിന്റെ ഭാഗത്തിൽ നിന്ന് വരുന്ന ചതികൾ ആ അടിമയിൽ നിന്ന് 10 മലക്കുകൾ ഇങ്ങനെ കാക്കുന്ന. അങ്ങനെ 100 മലക്കുകൾ 100 റക്അത്ത് നിസ്കരിച്ച ആളുകൾ പ്രത്യേകമായ സംരക്ഷണവും ദുആയും നടത്തുമെന്ന് മഹാനായ സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സ്വന്തമായി പറഞ്ഞതല്ല, 30ഓളം സ്വഹാബത്തിൽ നിന്ന് കേട്ടത് നമുക്ക് പഠിപ്പിച്ചതാണ്. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ രാത്രിക്ക് വലിയ ബഹുമാനുണ്ട്. ഓതിട്ട് എന്നെ കടി ചെയ്തിട്ട് പോയി കിടന്നുറങ്ങേണ്ട മാസമല്ല. ഒരു അസീനും തീർന്നിട്ട് പിന്നെ പോയിട്ട് നല്ലൊരു ഉറക്കാണ്. പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റൂല. എന്നാലും മറ്റുള്ള രാത്രിയെ പോലെ പരിഗണിക്കാതെ പ്രത്യേകമായ ഖുർആനോത്തോ, പ്രത്യേകമായ നിസ്കാരങ്ങൾ, പ്രത്യേകമായ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് വലിയ ഭാഗ്യം. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ബറാഅത്തിന്റെ രാത്രി കൂടിയാണ്, വെള്ളിയാഴ്ച രാത്രി കൂടിയാണ്. അല്ലെ, വെള്ളിയാഴ്ച രാത്രി കൂടിയാണ്, നമുക്ക് ശനിയാഴ്ചയാണ്. അൽഹംദുലില്ലാഹ് ധാരാളമായി ശഅബാനാണ്, സ്വലാത്തുകൾ ധാരാളം ചൊല്ലി ഹബീബായ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രത്യേകമായ ഒരു ബന്ധം, ഒരു കണക്ഷനും സ്ഥാപിക്കാനും പ്രവാസികൾക്ക് സഹായിക്കുന്ന ഒരു രാത്രിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ രാത്രിയെ വരവേൽക്കാം. അതോടുകൂടിയിട്ട് പിന്നെ റമദാന് വന്നു. പിന്നെ റമദാന് വന്നു. അൽഹംദുലില്ലാഹ് ഈ സന്തോഷത്തിന്റെ ദിവസങ്ങൾ, ബറക്കത്തിന്റെ ദിവസങ്ങൾ, ബറക്കത്തിന്റെ രാത്രികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് മുഴുവനും വേണ്ടതുപോലെ ആഖിറത്തിന് ഉപകരിക്കുന്ന അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് 3 യാസീനുകൾ ഇവിടെ പള്ളികളിലൊക്കെയും ഓതാൻ. അല്ലെ, കാരണം എന്താ, അന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ സൂറത്ത് ദുഹാന പറഞ്ഞിട്ട് അല്ലെ, ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ഡിവൈഡ് ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ രാത്രി. അള്ളാഹു നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ ഓരോ കൊല്ലത്തിന് വേണ്ടത് ഓരോ മലക്കുകളിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയാണ്. ഇവിടെ ഇന്ത്യയുടെ ബജറ്റ് ഞാൻ കഴിഞ്ഞില്ല. അല്ലെ, ഒരു കൊല്ലത്തിന് വേണ്ട ബജറ്റ് അതിനെത്ര, ഇതിനെത്ര, ഓരോ കയ്യിൽ എത്ര കൊടുക്കണോ, അവൻ കേരളത്തിന് എത്ര, കർണാടകത്തിന്, നമ്മുടെ നാട്ടിലേക്ക് ഒന്നുമില്ല. എന്നാലും കൊടുത്തപ്പെട്ട രാജ്യങ്ങൾക്ക് ധാരാളം. അല്ലെ, ഓരോ കൊല്ലത്തിൽ വേണ്ടത് ഓരോ ബജറ്റുകളാണ്. എന്നതുപോലെ അള്ളാഹുവിന്റെ ബജറ്റ് നിശ്ചയിക്കുന്ന ദിവസമാണ്
ബറാത്തിന്റെ ദിവസം. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, അന്ന് അള്ള പൊരുത്തപ്പെടുന്ന ഖുർആനോദി അള്ളാനോട് ദ്വാരക്കി റിസ്കിന്റെ കാര്യത്തിൽ ഓരോ യാസീൻ, നമ്മുടെ റിസ്ക്, നമ്മുടെ ജോലി, കച്ചവടം, അതൊക്കെയും കരുതിയിട്ട് നാം യാസീൻ ഓതുകയാണ്. മറ്റൊരു യാസീനോ നമ്മുടെ ആഖിറത്ത് നന്നാവാൻ വേണ്ടി, അതുപോലെ മരിച്ചവരെ കരുതി. പിന്നെ യാസീൻ നമ്മുടെ ദീർഘായുസിന് വേണ്ടി, നമ്മുടെ ആയുസുകൾ അല്ലാഹു തആല അന്നത്തെ ദിവസമാണ് അസ്രായിലിന്റെ കയ്യിൽ ഓരോ കൊല്ലത്തിന് വേണ്ട ആ ബജറ്റുകൾ, ഓരോരുത്തരുടെ ആയുസുകൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസം. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ബറാത്തിന്റെ ദിവസം ഉണ്ടായ എത്ര ആളുകൾ മരിച്ചുപോയി. റമദാനിന്റെ ദിവസങ്ങളിൽ, റബീഉൽ അവ്വലിന്റെ ദിവസങ്ങളിൽ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയ എത്ര ആജിമാർ സുബ്ഹാനല്ലാഹ് ചൂടുകൊണ്ട് മരിച്ചുപോയി. അതൊക്കെയും ബറാത്തിന്റെ ദിവസങ്ങൾ മലക്കുകളിലേക്ക് അന്ന് ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട്. അപ്പൊ അതൊക്കെയും സന്തോഷത്തിലാകണം, ദീർഘായുസ് വേണം. റിസ്കിന്റെ കാര്യത്തിലോ ജോലിയുടെ കാര്യത്തിലോ കച്ചവടത്തിന്റെ കാര്യത്തിലോ ഒരു ബുദ്ധിമുട്ടും വരരുത് എന്ന നിയത്തോടെ, അതുപോലെ നമുക്ക് ഇന്ന് മരിച്ചുപോയ ആളുകൾ കരുതിയിട്ട് ഒരു യാസീനിന്റെ ഓതി, സൂറത്തുൽ ദുഹാൻ ഓതി പ്രത്യേകമായ ഇന്നത്തെ ദിവസം നാം ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് അത് വലിയ ബറക്കത്താണ്. പണ്ട് മുതൽ നമ്മുടെ നാട്ടിൽ അല്ലാഹു ചൊരിച്ച ബറക്കത്താണ്. ഖിയാമത്ത് നാൾ വരെ ആ ബറക്കത്തും സന്തോഷവും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കടന്നു വരുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്. പ്രവാസികൾക്ക് ബറാത്തിന്റെ രാത്രിയാണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച രാത്രിയാണ്. ധാരാളം സ്വലാത്തുകൾ അല്ലാഹുവിന്റെ ഹബീബ് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥതയുള്ള സ്വലാത്തുകളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് രാത്രി നമുക്ക് ധന്യമാക്കാം. പടച്ചറബ്ബേ, നമുക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ഓരോ അമലുകൾ, ഓരോ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് കൊല്ലങ്ങൾ ബറാത്തിന്റെ ദിവസങ്ങൾ ഏറ്റെടുത്ത പല മുഅ്മിനീങ്ങളാണ് ഈ സദസ്സിലുള്ളത്. യാ അല്ലാഹ്, ഓരോ ബറാത്തിന്റെ ദിവസങ്ങളും, ഓരോ റമദാനുകൾ നാം ചെയ്ത എന്തൊക്കെ അമലുകളുണ്ടോ അത് മുഴുവനും പടച്ചവനെ സ്വർഗം കിട്ടാനും ഈമാനോടുകൂടി മരിക്കാനും റബ്ബേ ഞങ്ങൾക്ക് സഹായിക്കുന്ന അമലുകളായി നമ്മിൽ നിന്ന് നീ കബൂലാക്കണേ റബ്ബേ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ബറാത്തിന്റെ രാത്രികളിൽ, റമദാനിന്റെ ദിവസങ്ങളിലെ രാത്രികളിൽ ആഫിയത്തോടെ ഒരുമിച്ചുകൂടാൻ നിന്റെ പൊരുത്തത്തിനായി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, പരിശുദ്ധമായ റമദാനിന്റെ ദിവസങ്ങളിൽ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാർ നമ്മുടെ പള്ളി പരിപാലനത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ മനസ്സിൽ കരുതിയവരാണ്. പടച്ചോനെ, യാ അല്ലാഹ്, മുഴുവനും നീ വലിയ വിജയത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇന്ന് വരെ നമ്മുടെ പള്ളിയുടെ കാര്യം നീ ഇസ്സത്തിലാക്കിയവരാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ കടന്നു വന്ന ഏതോ ഒരു നാട്ടുകാർ നമ്മുടെ പള്ളിയിൽ നിസ്കരിച്ച് ഇറങ്ങി പോകുമ്പോ അതൊരു ഉസ്താദ് ഇവിടെ നമ്മുടെ കൊപ്പളം പള്ളിയിൽ മജ്‌ലിസുന്നൂരിന്റെ ആ വാർഷികത്തിനോ വാദയിൽ പറയാൻ വേണ്ടി വന്ന ഉസ്താദാണ്. അവരെ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചു തിരിച്ചു പോകുമ്പോ ആ ഉസ്താദ് പറഞ്ഞു, അഷ്റഫി, നിങ്ങളെ പള്ളി നിസ്കരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്, വലിയ ആഹത്താകുന്നുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ഈ പള്ളിയെ കുറിച്ച് നല്ലത് പറയുന്നത് ഞങ്ങൾ കേട്ടവരാണ്, നാട്ടുകാരായി ഞങ്ങൾ കേട്ടവരാണ്. പടച്ചവനെ, ഈ പള്ളിക്ക് നീ തന്ന വലിയ ഒരു ബറക്കത്താണെങ്കിൽ ആ ബറക്കത്ത് എപ്പോഴും നീ നിലനിർത്തണേ റഹ്മാനെ. ഇങ്ങനെയുള്ള ഒരു പള്ളിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ നല്ല രൂപത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും സഹായിച്ചവരാണ്, ദ്വാരിച്ചവരാണ്, കഷ്ടപ്പെട്ടവരാണ്. അല്ലാഹ്, അവരിൽ നിന്ന് പലരും മരിച്ചുപോയി. അല്ലാഹ്, അവർക്ക് നീ സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ റബ്ബേ. ഇനിയും ധാരാളമായി നീ തന്ന സമ്പത്തിന്റെ ഒരു ഭാഗം നിന്റെ പള്ളിക്ക് വേണ്ടി, ദീനിന് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി നൽകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് വേണ്ട ഹലാലായ സമ്പത്തുകൾ റബ്ബേ നീ ചൊരിച്ചു തരണേ റഹ്മാനെ. ഇന്ന് ഓർക്കുകയാണ്, കഴിഞ്ഞ റമദാനിന്റെ ദിവസങ്ങളിൽ നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായം ചോദിച്ചപ്പോ ആദ്യമായി ആ കാര്യം ഇവിടെ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു ഉമ്മ, സാധുവായ ഒരു ഉമ്മയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ സദസ്സിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ സഹകരണത്തോടെ ആ ഉമ്മ ആദ്യമായി പള്ളിക്ക് വേണ്ടി ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് തരാം എന്ന് ഏറ്റെടുത്തു. അത് തന്നു. പടച്ചോനെ, ആ ഉമ്മാക്ക് നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആ ഉമ്മാന്റെ ഭർത്താവ് നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്തിലാണ് കിടക്കുന്നത്. അങ്ങനെ എത്ര ആളുകൾ തന്നു, ലക്ഷങ്ങൾ, 50,000 സ്വർണ്ണങ്ങളടക്കം തന്ന ഉമ്മമാരുണ്ട്. പടച്ചോനെ, യാ അല്ലാഹ്, എല്ലാവർക്കും പകരമായി സ്വർഗത്തിൽ ഉയർന്ന പദവി നൽകുമ്പോ, സ്വർഗത്തിൽ അന്തസ്സുള്ള വീട് നൽകണേ റഹ്മാനെ. എല്ലാ രൂപത്തിലും ആരൊക്കെ വരുമ്പോ മരിച്ചുപോയ കുടുംബങ്ങളെ കരുതിയിട്ടുണ്ടോ അവരുടെ കബറൊക്കെയും നീ സ്വർഗീയ ഭവനമാക്കി കൊടുക്കണേ റബ്ബേ. യാ അല്ലാഹ്, സാധുക്കളായ നമ്മുടെ നീ നന്നാക്കണേ റഹ്മാനെ. പ്രവാസികളായ മുഅ്മിനീങ്ങൾ ഇന്നത്തെ കടന്നു വരുന്ന രാത്രി ബറാത്തിന്റെ രാത്രിയായി കൊണ്ടാടുമ്പോ അവരുടെ ദുആയിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അവർ ചെയ്യുന്ന അമലുകൾ നീ കബൂലാക്കണേ റബ്ബേ. യാ അല്ലാഹ്, നമ്മുടെ ദുആ സ്വീകരിക്കണേ റഹ്മാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു
ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم.